മതവിദ്വേഷത്തിൻ്റെ ഒരു ഉച്ചസ്ഥായി എന്ന് പറയാവുന്നതാണല്ലോ ഗാന്ധിയുടെ കൊലപാതകം. ഇപ്പം നടനായ പണ്ട് തൊട്ടേ കുട്ടിക്കാലം തൊട്ട് സുഹൃത്തായിരുന്ന ജോയ് മാത്യു ആണ് എന്നോട് പറയുന്നത്, ആ നാടകം മാഷ് എഴുതണം. ഒരു മതേതരത്വത്തിന് വേണ്ടിയുള്ളൊരു സംഘടന ആരംഭിച്ചു. ആദ്യം എഴുതിയ നാടകങ്ങളിലൊന്ന്, അതും ഒരു അനുവർത്തനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ആയിരുന്നു. ദ ട്രയൽ ഓഫ് ല്യൂക്കുലസ് എന്ന് പറഞ്ഞ് ബെർത്തോൾട്ട് ബ്രെറ്റിൻ്റെ ഒരു നാടകമുണ്ട്. ഒരു ചക്രവർത്തിയെ അദ്ദേഹത്തിൻ്റെ ഇരകളായിരുന്ന മനുഷ്യർ വിചാരണ ചെയ്യുന്നതാണ്. അതിൻ്റെ അടിസ്ഥാന ഘടന സ്വീകരിച്ചുകൊണ്ടാണ് ശക്തൻ തമ്പുരാൻ എന്നുള്ള ആദ്യത്തെ ഒരു നാടകം എഴുതുന്നത്. അത് പലയിടങ്ങളിലും ആ കാലത്ത്, നമ്മൾ 70കളിൽ നിന്ന് പൊതുവെ പറയുന്ന കാലത്ത് അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു. ആ കാലത്ത് തന്നെ വേറെ 2 നാടകങ്ങളും കൂടി ആ തരത്തിൽ എഴുതി. ലേഡി ഗ്രിഗറിയുടെയും യെയ്റ്റ്സിൻ്റെയൊക്കെ ചില നാടകങ്ങളെ ബേസ് ചെയ്തിട്ടാണ് തീരം എന്നൊരു നാടകം, ബലി എന്നൊരു നാടകം. പക്ഷേ ഇതൊക്കെ ചെറിയ നാടകങ്ങളായിരുന്നു. ഞാൻ ഏതാണ്ട് പൂർണ്ണ നീളമുള്ളൊരു നാടകം എന്ന് എഴുതുന്നത് ഗാന്ധി എന്നുള്ള നാടകം എഴുതുമ്പോഴാണ്. അതൊരു പ്രത്യേക സന്ദർഭത്തിലാണ് വാസ്തവത്തിൽ ആ നാടകം ഉണ്ടായത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞങ്ങൾ കുറേ പേർ ചേർന്ന് ഒരു സെക്യുലർ ഫോറം, വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മതവിദ്വേഷത്തിൻ്റെ വരവ് വളരെ ദൂരെ നിന്ന് കണ്ടറിഞ്ഞ് ഞങ്ങൾ കുറേ പേര്, അതിൽ ടി കെ രാമേന്ദ്രൻ മുതലായി ഇന്നില്ലാത്ത പലരും ഉണ്ടായിരുന്നു, വരവ് കണ്ടറിഞ്ഞ് ഒരു മതേതരത്വത്തിന് വേണ്ടിയുള്ളൊരു സംഘടന ആരംഭിച്ചു. പ്രത്യേകം പാർട്ടിയുടെ ഒന്നുമല്ല. അതിൽ പല ആളുകളെയും വിളിച്ചുകൊണ്ട് സംസാരിപ്പിച്ചു. ഗോവിന്ദ് നിഹലാനി വന്നു, സയ്യിദ് മിഴ്സ വന്നു. അങ്ങനെ കേരളത്തിലുടനീളം കുറേ പരിപാടികൾ അത് നടത്തി. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു നാടകം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ജോയ് മാത്യു, ഇപ്പം നടനായ പണ്ട് തൊട്ടേ കുട്ടിക്കാലം തൊട്ട് സുഹൃത്തായിരുന്ന ജോയ് മാത്യു ആണ് എന്നോട് പറയുന്നത്, ആ നാടകം മാഷ് എഴുതണം. അങ്ങനെ ഞങ്ങൾ എന്ത് വിഷയം വേണമെന്ന് ചർച്ച ചെയ്തപ്പോൾ ഗാന്ധിയുടെ അവസാന കാലമാണ് ഒരുപക്ഷെ ഇത്തരമൊരു ഫോറത്തിന് അവതരിപ്പിക്കാവുന്ന ഏറ്റവും നല്ല നാടകം. കാരണം മതവിദ്വേഷത്തിൻ്റെ ഒരു ഉച്ചസ്ഥായി എന്ന് പറയാവുന്നതാണല്ലോ ഗാന്ധിയുടെ കൊലപാതകം. അപ്പോൾ അതുകൊണ്ട് അത് വച്ചൊരു നാടകം, അങ്ങനെ ഞാൻ ഗാന്ധിയെക്കുറിച്ചുള്ള പഠനങ്ങൾ മുമ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ആഴത്തിൽ ഗാന്ധിയുടെ ജീവിതത്തെയും പ്രത്യേകിച്ചും അവസാന നാളുകളെയും പറ്റിയൊക്കെ പഠനം നടത്തി. അങ്ങനെയാണ് ഈ ഗാന്ധിയുടെ അവസാന നാളുകളിൽ മാത്രം ഊന്നിക്കൊണ്ട്, നവഖലി തൊട്ട് അദ്ദേഹത്തിൻ്റെ കൊലപാതകം വരെയുള്ള കാര്യങ്ങൾ ഊന്നിക്കൊണ്ട് ഈ ഗാന്ധി എന്നുള്ള നാടകം ഉണ്ടാകുന്നത്. അതാണ് ആദ്യ നാടകം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നാടകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു എന്ന് പറയാം. പിന്നെ ഗാന്ധിയുടെ ആദ്യകാലത്തെ പറ്റി ഉപ്പ് എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായി. പിന്നീട് നാരായണ ഗുരു ശരിക്കും മനസ്സിലാക്കപ്പെട്ടിട്ടില്ല എന്നുള്ള തോന്നലിൽ നിന്ന്, അതിന് പല കാരണങ്ങളുമുണ്ട്, നാരായണ ഗുരുവിനെ പറ്റിയുള്ളൊരു നാടകം ഉണ്ടായി. ഇപ്പോൾ ഞാൻ തികച്ചും പുതിയൊരു നാടകം എഴുതുന്നു. മനസ്സിൽ ജീവിക്കുകയാണെങ്കിൽ എഴുതാനിടയുള്ള പല നാടകങ്ങളും ഉണ്ട്. അത് ചിലത് സാമൂഹ്യ പരിഷ്കർത്താക്കളെ പറ്റിയാണ്, അയ്യങ്കാളിയെയും സഹോദരൻ അയ്യപ്പനെ പറ്റിയൊക്കെയുള്ള നാടകങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അതല്ലാത്ത ചില നാടകങ്ങളുമുണ്ട്. അപ്പോൾ എവിടെയോ ഒരു നാടകകൃത്ത് ഈ കവിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നതിൻ്റെ ചില രേഖകളാണത്. അതിനെക്കുറിച്ചും ചില കാര്യങ്ങളെല്ലാം ഞാൻ ഈ അവിരാമം എന്നുള്ള ആത്മകഥയിൽ വെളിപ്പെടുത്തുന്നുണ്ട്.